നമസ്കാരം. കാഞ്ഞിരപ്പള്ളി ഇസബെല്ല ഫാഷൻ സ്റ്റോറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നേ കുറച്ച് ഫംഗ്ഷൻ വെയർ സാരി, മെയിൻലി ആയിട്ട് ഫംഗ്ഷൻ വെയർ സാരീസ് കാണിക്കാം. അല്ലാത്ത ബഡ്ജറ്റ് റേറ്റിലുള്ള ഒരു ടൈപ്പ് സാരി കൂടെ കാണിക്കണമെന്ന് മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. എങ്ങനെയാന്ന് വഴിയേ കാണാം. ഇതൊക്കെ നിങ്ങളാരും കണ്ടിട്ടില്ലാത്ത സാരികളോ നിങ്ങൾക്ക് ആർക്കും അറിയത്തില്ലാത്ത സാരികളോ അല്ല. പക്ഷെ ഇപ്പം നമ്മുടെ മാർക്കറ്റിൽ ഏറ്റവും ട്രെൻഡി ആയിക്കൊണ്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന സാരികളാണ് ബനാറസി സാരികൾ. ബനാറസി സിൽക്കിൽ ഇറങ്ങുന്നുണ്ട്, ബനാറസി വിസ്കോസിൽ ഇറങ്ങുന്നുണ്ട്, ബനാറസി ജോർജറ്റിൽ ഇറങ്ങുന്നുണ്ട്. അങ്ങനെ പലതിറങ്ങുന്നുണ്ട്. പലതിനും പലതാണ് റേറ്റ്. പിന്നെ ഇവിടെ വരുന്ന ബോർഡർ, മീൻസറി ബോർഡർ, ജക്വാഡ് വീവിങ്, ആൻറ്റിക് വീവിങ്, അങ്ങനെ പല വീവിങ് വരുന്നുണ്ട്. അതിനനുസരിച്ചും റേറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസപ്പെടും. ഓരോരുത്തരും അവനവൻ്റെ കണ്ണിന് ഭംഗിയുള്ളതും അല്ലെങ്കിൽ അവനവൻ്റെ ബഡ്ജറ്റിന് ഒതുങ്ങുന്നതുമായിട്ടുള്ള സാരികളാണല്ലോ ചൂസ് ചെയ്യുക. നമുക്ക് ചിലതിനോട് ഭയങ്കര ഇഷ്ടം തോന്നും, ചിലത് കളർ വേണ്ടാന്ന് തോന്നും, ചിലത് റേറ്റ് പറ്റത്തില്ല തോന്നും. അപ്പം അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങളെടുത്തോ. അതിപ്പോൾ അല്ലെങ്കിലും വിദ്യ പറഞ്ഞിട്ട് വേണം, ഞങ്ങൾക്ക് ഇഷ്ടമുള്ളതല്ലേ ഞങ്ങൾ എടുക്കുന്നല്ലേ അല്ലേ. എനിക്ക് എൻ്റെ അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. ചുമ്മാ ഇതാണ് ആദ്യത്തെ സാരി. നല്ല ക്രീം ഷെയ്ഡിൽ ഡാർക്ക് റെഡ് മീൻസ് ചില്ലി റെഡ്, നല്ലൊരു റെഡാണ്. റെഡ് അങ്ങോട്ട് എടുത്ത് നിൽക്കുന്നില്ല, ഈ ഒരു വീവിങ് ആണ് എടുത്ത് നിൽക്കുന്നത്. നല്ലൊരു ലൈറ്റ് ക്രീമേല, നല്ല എടുപ്പുള്ള സാരി. ഏത് പ്രായത്തിലുള്ളവർക്കും ഉടുക്കാം. ചെറിയ കൊച്ചു പെൺപിള്ളേർക്ക് തൊട്ട് ആർക്ക് വേണേലും ഉടുക്കാം. എൻ്റെ പ്രായമുള്ളവർക്ക് കൊടുക്കാം, എന്നെ കഴിഞ്ഞും പ്രായം കൂടിയവർക്ക് കൊടുക്കാം. എനിക്ക് ഒത്തിരി പ്രായമൊന്നും ഇല്ല കേട്ടോ. മോൻ പക്ഷേ ഡിഗ്രിക്കാണ് പഠിക്കുന്നത്. ഡിഗ്രി ഫൈനൽ ഇയർ ആയി. അതിലൊന്നും ഒരു കാര്യമില്ലെന്നേ. ഞാൻ പ്രായമുണ്ടെന്ന് ഞാൻ പറയുന്നേ ഇല്ല. പിന്നെ കണ്ണിനൊക്കെ ഇച്ചിരി കാഴ്ചയൊക്കെ മങ്ങുന്നുണ്ട്, മുടിയൊക്കെ നരയ്ക്കുന്നുണ്ട്. മുടി നരയ്ക്കുന്ന ഒരു വിഷയമായിട്ട് എടുക്കാനേ പറ്റത്തില്ല. കാരണം എൻ്റെ മോൻ്റെ മുടി നരച്ചിരിക്കുക 12 വയസ്സുള്ള. അപ്പോൾ പിന്നെ എൻ്റെ മുടി ആ ചെറുതിനെ നരയ്ക്കാൻ തുടങ്ങിയത് കേട്ടോ. പിന്നെ കണ്ണിനൊക്കെ ഇച്ചിരി കണ്ണാടി വെച്ചാലേ കാണത്തുള്ളൂ. കുഴപ്പങ്ങളൊക്കെ ഇല്ല. വിറയിലില്ല, വരയ്ക്കാൻ തുടങ്ങിയിട്ടില്ല. ചില സമയങ്ങളിൽ ചിലരെയൊക്കെ കാണുമ്പോൾ എനിക്കിങ്ങനെ വിറയോ. അയ്യോ, തന്നെ പറയും തന്നെ ചിരിക്കുമല്ല, എന്നൊക്കെയല്ലേ അല്ലേ. എന്താണ് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ഞാൻ ചുമ്മാ പറയുന്ന കേട്ടോ, ഇങ്ങനെ ഇറങ്ങി കയറുന്ന ഈ പ്രായം എന്നുള്ള പറയുന്നത്. എനിക്ക് അങ്ങനത്തെ ഒരു കാര്യത്തോടുള്ള ഒരു പ്രശ്നമൊന്നുമില്ല. എനിക്കങ്ങനെ എൻ്റെ മനസ്സിലില്ല. എനിക്ക് റിട്ടയർമെന്റ് ഇല്ലെന്ന് പറഞ്ഞിരിക്കുന്ന ആളാണ്. ഇൻഷാ അല്ലാ മേളിലിരിക്കുന്ന ആൾ മേളിലിരിക്കുന്ന ആൾ തീരുമാനിക്കണം അല്ലേ. ഞാൻ വിചാരിക്കുന്നത് 55 വയസ്സ് റിട്ടയർ ചെയ്യും, 60 വയസ്സ് റിട്ടയർ ചെയ്യും, ഇനി വിശ്രമം ചെയ്ത് അങ്ങനത്തെ കോൺസെപ്റ്റിനോടൊന്നും താല്പര്യമില്ലാത്ത ഒരാളാണ് ഞാൻ. ഏത് കാലത്ത് നമ്മളെ എൻഗേജ്ഡ് ആയിട്ടിരിക്കണം. പിന്നെ ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായെങ്കിൽ അന്നേരം നോക്കാന്നേ. അല്ലാതെ ഇപ്പോഴേ കയറി റിട്ടയർമെന്റിന് വേണ്ടി കാത്തിരിക്കുന്നത് എന്തിനാ? നമുക്ക് എന്നും ജോലി എന്തെങ്കിലുമൊക്കെ ചെയ്തൊക്കെ ഇരിക്കുവാണെങ്കിൽ ഈ അമ്മായിമ്മ പോരിനോ അമ്മായിമോള് പോരിനോ അങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും നമുക്ക് നേരവും ഇല്ല. നാട്ടുകാരെ കുറ്റം പറയാണ്ട് നേരമില്ല. ആർക്കെങ്കിലുമൊക്കെ ഉപകാരവും കുറച്ച് പേർക്ക് തൊഴിലെങ്കിലും കൊടുക്കാൻ പറ്റൂലേ. അങ്ങനെ ചിന്തിക്കാനാണ് എനിക്കിഷ്ടം. ചുമ്മാ ഷെയർ ചെയ്യുന്നതുള്ളൂ കേട്ടോ. എന്തിനാ വിധി ഇതൊക്കെ പറയുന്നതെന്നൊന്നും അങ്ങനെയൊന്നും ആരും വിചാരിക്കരുത്. വളരെ ചിലരൊക്കെ വിചാരിക്കുന്നുണ്ട്, വിചാരിച്ചോട്ടെ, അതവരുടെ ഇഷ്ടം. ഇതുണ്ടല്ലോ പർപ്പിൾ, ഒരു സൈസ് പർപ്പിൾ, ഡാർക്ക് പർപ്പിൾ എന്ന് പറയാൻ പറ്റുമോ? പർപ്പിളെ കൂടെ ഒരു സിൽവർ പർപ്പിള്, ബോർഡറിൻ്റെ അറ്റത്ത് ബ്ലാക്ക് എന്ന് പറയാൻ പറ്റില്ല, ബ്ലാക്കോ നേവി ബ്ലൂ മിക്സ് ആയിട്ടുള്ള ഒരു കളറ്, മറ്റേ കൂടെ സിൽവർ. ഇത് വിസ്കോസ് അല്ല, ഇച്ചിരി കൂടി സിൽക്കി ആയിട്ടുള്ള ഒരു സ്റ്റഫാണ്. ഇത് കണ്ടോ. പലതിനും പല റേറ്റ് ആണെന്നാണ് എൻ്റെ വിശ്വാസം. എനിക്ക് ഓരോന്നിൻ്റെ റേറ്റ് അങ്ങനെ ഞാൻ നോക്കിയിട്ടില്ല. ഇത് കണ്ടോ, ഇതാണ് മുന്താണി. ഈ ബ്ലൗസ് കാണിച്ചു തരാം. ബ്ലൗസേ ഒരു മിനിറ്റ് അവിടെ നിൽക്കുക. ധൃതിപ്പെടാതെ ക്ഷമിക്കൂ, നിങ്ങൾക്ക് ലഭിക്കും. ഇതാ ബ്ലൗസ് എന്ന് തോന്നുന്നു. ആണ് ബ്ലൗസ് കേട്ടോ. ഞാൻ ബോർഡറിന് ബ്ലാക്ക് എന്നല്ലേ പറഞ്ഞു, ബ്ലാക്ക് അല്ല നേവി ബ്ലൂ ആണ്. പക്ഷെ ഇവിടെ കണ്ടു കഴിഞ്ഞാൽ നേവി ബ്ലൂ കറുത്ത് വരുന്ന പോലത്തെ അത്രയും ഡീപ്പാണ്. പക്ഷെ ബ്ലൗസ് വരുമ്പോൾ കറക്റ്റ് നേവി ബ്ലൂ ആണ്. എന്നിട്ട് ആ സിൽവർ ബോർഡറുമായിട്ട് ഈ ബുട്ടയുള്ള സാരിക്ക് ഭയങ്കര ഒരു ഭംഗിയാട്ടോ. ശരിക്കും ഞാൻ പറയാം, ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, ഞാൻ ഈ കഴിഞ്ഞ ഇടയ്ക്ക് ശ്രദ്ധിക്കാൻ തുടങ്ങിയ എല്ലാവരും ഉടുത്തോണ്ട് ഇങ്ങനെ 1 പ്ലീറ്റ്സ് ഒക്കെ ഇട്ട് ആ ബുട്ട വരുമ്പോൾ എന്തോ ഒരു കുഞ്ഞി ബുട്ട. ഇത് വേറെണ്ണം. ഇത് സിൽക്കിയാണ്. ബനാറസി വരുന്നെങ്കിലും ബനാറസി സിൽക്കിയാണ്.
ബോർഡറും അങ്ങനെയാണ്. ആ ബോർഡറും ഈ ഇച്ചിരി എന്നാ പറയുന്നത് ജിക്കോഡ് വീവിങ്ങും അങ്ങനത്തെ കാര്യങ്ങളും ഒക്കെ വന്നേക്കുന്ന ബോർഡറാണ്. അയ്യോ കൊടുത്തിട്ട് ഒഴിക്കുന്നു. മുന്താണി വന്നിട്ട് ഇങ്ങനെ നല്ല സാരി. ഈ കല്യാണത്തിനൊക്കെ പോകുമ്പോൾ സാരി ഉടുത്തോണ്ട് പോകണം. ഞാൻ എവിടെ പോയാലും എൻ്റെ ബ്രദറിൻ്റെ ഒഴികെ വേറെ എല്ലാവരുടെയും കല്യാണത്തിന് ഞാൻ ചുരിദാറിട്ടുണ്ടേ പോയിട്ടുള്ളൂ. എൻ്റെ ഓർമ്മയിലില്ല ഞാൻ സാരി ഉടുത്തോണ്ട് പോയി. എൻ്റെ ബ്രദറിൻ്റെ മാത്രമേ എന്നാന്ന് അറിയത്തില്ല. എൻ്റെ എൻഗേജ്മെൻറ്റിനും ആകെ ഒരു ബ്രദർ മാത്രമേ ഉള്ളൂ. അപ്പം അവൻ്റെ കല്യാണത്തിന് എൻഗേജ്മെൻറ്റിന് ഞാൻ സാരിയൊക്കെ ഉടുത്താൽ പോയത്. ബ്യൂട്ടീഷ്യനൊക്കെ ഉടുപ്പിച്ച് നല്ല ബ്ലാക്കും പർപ്പിളും. ഞാൻ പറഞ്ഞു എനിക്ക് നല്ലതായാൽ മതി, എനിക്ക് മറ്റുള്ളവർക്ക് നല്ലതാകണ്ട. ഞാൻ നല്ലതായാൽ മതി. എനിക്കിപ്പോൾ മറ്റുള്ളവർക്ക് എന്താ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ട് എനിക്ക് എന്നാ കാര്യം? അയ്യേ, നിങ്ങളൊക്കെ അങ്ങനെയാണ് വിചാരിക്കുന്നത്. മറ്റുള്ളവർക്ക് നല്ലതാവും എന്നെ വേണം, ആകാതിരിക്കും എന്നെ വേണം ചേട്ടാ, അത് അവരുടെ കാര്യമല്ലേ അല്ലേ? ഇതാ ബ്ലൗസ് പർപ്പിളിൻ്റെ അറ്റത്ത് ബോർഡർ. നമ്മൾ ഒരുങ്ങി കഴിയുമ്പോഴാണെങ്കിലും നമുക്ക് നമ്മൾ കണ്ണാടി നോക്കി കഴിയുമ്പോൾ കൊള്ളാം, കുഴപ്പമില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ അതല്ലേ നമുക്ക് കോൺഫിഡൻസ്. അല്ല നമ്മൾ കഴിക്കാൻ തോന്നുന്നു 10 പേര് ചുമ്മാ നല്ലതെന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലൊരു ഇത് കിടക്കത്തില്ലേ? ഇല്ലേ, കിടക്കുമായിരിക്കും. ഇത് വിസ്കോസ് ആണേ, വിസ്കോസ് ബനാറസി. എൻ്റെ വായിക്കകത്ത് ഒരു പാട്ടിങ്ങനെ കിടക്കുകയാണ്. താരാപദം ചെയ്തോഹരം എന്നുള്ളൊരു പാട്ടില്ലേ, അതിപ്പോൾ എവിടുന്നോ കേട്ടു. SP ബാലസുബ്രഹ്മണ്യം പാടിയതല്ലേ അത്. മന്ദഹാസം മാത്രം എന്നാ രസാ സൗണ്ട്. ചില സമയത്ത് നമ്മൾ ഇങ്ങനെ മഴയൊക്കെ പെയ്യുമ്പോൾ പാട്ടൊക്കെ കേട്ട് ഒരു കാപ്പിയൊക്കെ കുടിച്ച് അന്തസ്സൊന്നും കഴിഞ്ഞ ദിവസം പറഞ്ഞതിന് എന്നെ എല്ലാവരും ഭയങ്കര കളിയാക്കായിരുന്നു. ഈ സാരി റീസ്റ്റോക്ക് ആട്ടോ, കഴിഞ്ഞ ദിവസവും കാണിച്ചതാണ്. ഡാർക്ക് മെറൂൺ വിത്ത് ഈ ഒരു ബോർഡർ. ഇത് ആവശ്യക്കാർ കൂടുമ്പോൾ റീസ്റ്റോക്ക് വേഗം വരും. ഇങ്ങനെ വരും, ബ്രൊക്കേഡ് വരും. എന്താണ് ഇതിനകത്ത് ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ ഇപ്പം ഇങ്ങനത്തെ സാരികൾ ധാരാളം ഇറങ്ങുന്നുണ്ട്, ധാരാളം. ഓൺലൈനിൽ തന്നെ നിങ്ങൾ കാണും. പക്ഷേ ഇതിൻ്റെ അതാണ് എനിക്ക് മനസ്സിലാകാത്തത്. ഒരേ സാധനമാണെന്നാണ് എല്ലാവരുടെയും വിചാരം. ഒരു ബോർഡർ, ഒരു സ്റ്റഫല്ല, ഒരു ബോർഡർ, ഒരു കളറൊക്കെ വന്നു കഴിഞ്ഞാൽ സാധനം വ്യത്യാസമുണ്ട്. അത് ദയവായിട്ട് മനസ്സിലാക്കുക. കഴിഞ്ഞ ദിവസം ഞാനൊരു ഇട്ടത് ഒരു മൊഡാളിൻ്റെ സാരി, മൊഡാളല്ല, സെമി ടസറിൻ്റെ സാരി. അറ്റത്ത് ഇങ്ങനെയുള്ള ആരാണ്ട് പറയും എഴുതിയേക്കാണ് തൊടുപുഴ ഇത് 590 രൂപയ്ക്ക് 500 രൂപയ്ക്ക് കിട്ടുമെന്ന്. എൻ്റെ പൊന്നെ 500 രൂപയ്ക്ക് കിട്ടുമെങ്കിൽ ഏത് കടയാണെന്ന് എനിക്കൊന്ന് പറഞ്ഞതാണ്. ഞാൻ പോയി അവിടെ എടുത്തോളാം. ഹോൾസെയിലിന് ഞാൻ ഈ ജയ്പൂർ സൂററ്റ് ഒന്നും പോകേണ്ട കാര്യമില്ല. തൊടുപുഴ കിട്ടുമെങ്കിൽ നമുക്ക് തൊട്ടടുത്താണ് തൊടുപുഴ എന്ന് പറയുന്നത്. 500 രൂപയ്ക്ക് കിട്ടുമെങ്കിൽ ഞാൻ പോയി എടുത്തോളാം. അത് സാധനം ഇങ്ങനെ ഒരുപോലെ കാണാം. അതുപോലെ പോളിസ്റ്ററിൻ്റെ അടുത്തോ അല്ലെങ്കിൽ അതുപോലത്തെ അടുത്തോ മൊഡാളാന്ന് പറഞ്ഞ് ഇപ്പോൾ ആൾക്കാർ നടക്കുന്നുണ്ട്. അതായിരിക്കും കണ്ടിട്ട് പറയുന്നത്, അല്ലാതെ ടസറിൻ്റെ ആയിരിക്കത്തില്ല. ചുമ്മാ അങ്ങിരുന്ന് ഡയലോഗ് അടിച്ചോളുക. ദേഷ്യം വരും എനിക്ക്. ഇടയ്ക്ക് വെച്ച് കട്ട് ചെയ്തുകൊണ്ട് പറഞ്ഞതിൻ്റെ മിച്ചമായിരിക്കത്തില്ല ചിലപ്പോൾ കിട്ടുന്ന കേട്ടോ. പറഞ്ഞു വന്ന കഥ എന്തൊക്കെയോ ആണല്ലോ, എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുമല്ലോ. അപ്പം ഇതിലെ ഡാർക്ക് പർപ്പിൾ ബീട്രൂട്ടിൻ്റെ ഒക്കെ കട്ട് ചെയ്ത് വെച്ച് കഴിയുമ്പോൾ ആ ഒരു ഡാർക്ക് പർപ്പിളിൻ്റെ അറ്റത്തെ നല്ല ബോട്ടിൽ ഗ്രീൻ ബോർഡർ വരുന്ന, ചെറിയ മാംഗോ പ്രിൻ്റ് വരുന്ന, വിസ്കോസിൽ വരുന്ന മുന്താണി ഇത് ഇങ്ങനെ വരും. മുമ്പ് ഇതിൻ്റെ തൊട്ട് മുന്നേ കാണിച്ചതിൻ്റെ വേറൊരു കളർ, അത്രമാത്രം. ഇതെല്ലാം ഞാൻ കഴിഞ്ഞ അടുത്ത കാലത്ത് കാണിച്ച. ഇത് വരും ബ്ലൗസ്. എന്നാന്നറിയാവോ, ഷോപ്പിൽ നിന്നൊക്കെ ആണെങ്കിലും അത് ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് പെട്ടെന്ന് റീസ്റ്റോക്ക് വരുത്തുന്ന. ഇത് മെറൂണും ലെമൺ യെല്ലോയും. ഇതെങ്ങനെയാണോ മടക്കി വെച്ചിരിക്കുന്നത്? മുന്താണി ഇല്ലേ? ഇതാണ് മുന്താണി. ഇങ്ങനെ കാണിക്കാതെ പറ്റുള്ളൂ. ഇത് വരും മുന്താണി. ഹലോ, ഇവിടെയോട്ട് വരുമ്പോൾ ലൈറ്റ് ഷെയ്ഡ്, ഇവിടെയോട്ട് വരുമ്പോൾ ഡാർക്ക് ഷെയ്ഡ്. ബ്ലൗസ് വന്നിട്ട് ആ ഒരു ബ്രൊക്കേഡ്. ഇതെല്ലാം ഒരേ മോഡലാണ്. ഇപ്പം കാണിച്ച 3 ഒരേ മോഡലും ഒരേ റേറ്റും ഒരേ സ്റ്റഫും എല്ലാം. ഇതും അത് ഞാൻ തോന്നുന്നു കേട്ടോ. നല്ലൊരു കളർ, നല്ലൊരു വാടാമല്ലി കളറ്, ഡാർക്ക് ബ്ലാക്ക് ബോർഡർ,
എനിക്ക് എപ്പോഴും ഇങ്ങനത്തെ അത് തന്നെ അതിൻ്റെ തന്നെ വേറൊരു കളർ കേട്ടോ, മുമ്പ് കാണിച്ചത് തന്നെ അതിൻ്റെ വേറൊരു കളർ. എനിക്ക് ഇങ്ങനത്തെ സാരി കാണുമ്പോൾ എപ്പോഴും പട്ടുപാവാടയിലേക്ക് ഓർമ്മ വരും. എനിക്ക് സാരിയോട് ഇഷ്ടമില്ല. ഇനി ഇങ്ങനെ പട്ടുപാവാട ഓണക്കാലമൊക്കെ ഇനിയിപ്പോൾ അങ്ങോട്ട് വരാൻ പോകല്ലേ, നോക്കി നിൽക്കുമ്പോൾ ഇപ്പോൾ ഓണം ആവൂല്ലേ. ഇനി ആ സാരി പോട്ടെ. ഇനി നമുക്കൊരു ലൈറ്റ് ഷെയ്ഡ് സാരി 1-2 കാണിക്കാം. നോർമൽ സാരി അത് കാണിച്ചു. ഇത് കണ്ടോ, നല്ല ഇത് എംബ്രോയ്ഡറി ആണ് ഈ ചെയ്തിരിക്കുന്നത്. നല്ല എംബ്രോയ്ഡറി വർക്കാണ്. നല്ല കണ്ടോ അതിൻ്റെ എംബ്രോയ്ഡറി വർക്ക് കണ്ടോ, വീവിങ് കണ്ടോ. സിമ്പിളായിട്ടുള്ള ലൈറ്റ് സാരി, വൈറ്റും പിങ്കും, ലൈറ്റ് പിങ്കും. ആർക്കും ആരൊക്കെ ഒരു എന്നാ പറയുക പ്രസന്നത ഫീൽ ചെയ്യുന്ന ഒരു കളറാണ്. ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു എടുപ്പോ എന്തൊക്കെയോ ഒരു കുലീനതയോ എന്തോ ഒരു സാധനമുണ്ട്. അത് പറയുന്ന എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. ഈ ബോഡിയെ കൂടെ ബുട്ട പോലെ പോയിരിക്കുന്ന മുഴുവൻ എംബ്രോയ്ഡറി വർക്കാണ്. താഴെ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് എംബ്രോയ്ഡറി. സിമ്പിളും പക്ഷെ നല്ലൊരു എലഗൻ്റ് ആയിട്ടുള്ള സാരി. ഇത് വരും എന്ത് എന്താണ് ബ്ലൗസ് ഇത് ഒരു കുഞ്ഞു ലൈൻസ് പോകുന്നത്. ഇതിപ്പോൾ ഇങ്ങനെ കാണിക്കുമ്പോൾ അറിയത്തില്ല, ലൈനിങ് ഇട്ട് തയ്ക്കുമ്പോഴേ ലൈൻസിൻ്റെ അറിയത്തുള്ളൂ. ഇങ്ങനെ കണ്ടോ, നല്ല ഭംഗിയായിരിക്കും കേട്ടോ. സിമ്പിളായിട്ടുള്ള സാരീസ് എടുക്കുന്നൊക്കെ അത് പ്രായഭേദം എന്നെ ഉടുക്കുകയും ചെയ്യാം. ഇത് ഒരു നെക്കോട്ടയുടെ ഫാബ്രിക്ക് വരുന്ന സാരിയാണ്. ഇത് ഈ പറഞ്ഞ പോലെ സിമ്പിൾ സാരി നമുക്ക് പള്ളിയിലൊക്കെ കൊടുക്കാനും അതുപോലെ ആരാധനാലയങ്ങളിലൊക്കെ പോകുമ്പോൾ കൊടുക്കാനും ഇവിടെ നല്ല രസമാണ്. ഡെയിലി വെയർ ആയിട്ട് ഓഫീസ് വെയർ ആയിട്ടൊക്കെ കൊടുക്കാനും ഒക്കെ പറ്റുന്ന സാരി. നെറ്റ് കോട്ടയുടെ ചെറിയ ഭയങ്കര സൂപ്പർ നെറ്റ് കോട്ടയല്ല, ചെറിയ നെറ്റ് കോട്ട. എന്നിട്ട് മുന്താണി വന്നിട്ട് ഇങ്ങനെ ഫ്ലോറലാണ് പ്രിന്റ്. താഴെ ബോർഡർ വരുമ്പോൾ ഇത് ഇങ്ങനെ വരും. ഇച്ചിരി കൂടി വീതിക്ക് ആ ഒരു ഫ്ലോറൽ പ്രിന്റ് വരും. അതിൻ്റെ ഒരു കളറും കൂടെ ഉണ്ട്. ഇതിൻ്റെ ബ്ലൗസ് കൂടെ കാണിക്കാം കേട്ടോ. ബ്ലൗസ് ഇല്ലേ, സെൽഫാന്ന് തോന്നുന്നു അല്ലേ, സെൽഫാന്ന് തോന്നുന്നു ബ്ലൗസ്. അല്ലെങ്കിൽ ബ്ലൗസ് ഇല്ല, ഉണ്ടെങ്കിൽ അത് തന്നെയാണ് ബ്ലൗസ്. ഇപ്പോൾ ബ്ലൗസ് കാണുകയില്ലായിരിക്കും. ബ്ലൗസ് ആ പിങ്ക് ലൈറ്റ് ബ്ലൂവും ഇതിനാണെങ്കിൽ പിങ്കും ഒക്കെ ഇട്ടാച്ചാൽ മതി, നല്ല രസമായിരിക്കും. ഇപ്പൊ റെഡിമെയ്ഡ് ബ്ലൗസിന്റെ ആരാധകരെല്ലാം എല്ലാവർക്കും റെഡിമെയ്ഡ് ഉണ്ട്. എന്നാ ഒരു എടുപ്പായി കളറ് ഇത് തമ്മിലുള്ള കോമ്പിനേഷൻ. എല്ലാ സാരി കേട്ടോ, അത് നമുക്ക് കണ്ടാൽ തോന്നും കുറേ ഇത് ഏജ്ഡ് ആയിട്ടുള്ളവർ അല്ലെങ്കിൽ അങ്ങനെയുള്ളവരൊക്കെ മാത്രം ഉടുക്കുന്നതാണ്. പക്ഷെ അല്ല, ഇപ്പം നമ്മളിപ്പോൾ ഒരു സാധാരണ ഓഫീസിൽ പോകുന്ന ഒരു വീട്ടമ്മ, ഒരു ചെറിയ വലിയ പ്രായമൊന്നുമില്ലാത്ത ലേഡിയാണ്, ഇങ്ങനത്തെ ആക്സസറി ഒക്കെ ഇല്ല, നല്ല സ്റ്റഡൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അതിന് മാച്ചിങ് ആയിട്ടുള്ള സ്റ്റഡും ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ വേറൊരു ഗെറ്റപ്പ് വരും. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കാൻ ഉദ്ദേശിക്കുന്ന വീഡിയോ ഇത്രേ ഉള്ളൂ. ചുരിദാർ സെറ്റിൻ്റെ കുർത്തിയുടെയും കൂടെ വീഡിയോ അടുത്ത ദിവസം കാണിക്കാം. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. ആദ്യമായിട്ട് കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ അത് സബ്സ്ക്രൈബ് ചെയ്യുകയായിരുന്നെങ്കിൽ ഒത്തിരി എന്താ പറയുക, ഒത്തിരി നല്ലതായിരുന്നു. താങ്ക് യു.